അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 25-ാമത്തെ ജുസ്. ഇപ്പം ജുസ് ഒക്കെ അവസാനത്തിലേക്ക് വരുമ്പം സൂറത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും, ചെറിയ ചെറിയ സൂറത്തുകളായിട്ട് വരും. ഇപ്പം തന്നെ 3.5 പേജുള്ള 2 സൂറത്ത് ഇതിലുണ്ട്. ഒന്ന് ഹാമീം സജ്ദയുടെ 1 പേജ്, ഷൂറ, സുഖ്റുഫ്, ദുഖാൻ, ജാസിയ, ഈ സൂറത്തുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഹാമീം സജ്ദയുടെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ജുസിൽ പറഞ്ഞിരുന്നു. അടുത്തത് സൂറത്തു ഷൂറയാണ്. ഷൂറ എന്ന പേര് മഷൂറ എന്നർത്ഥം, കൂടിയാലോചന. അപ്പോൾ കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ സൂറത്തിന് ഈ പേര് വരുന്നത്. ഇതിൽ തുടക്കത്തിൽ പറയുന്നൊരു സംഗതി, അന്ത്യദിനം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ച് പലരും ധൃതി കൂട്ടുന്നു ഖിയാമത്ത് വരട്ടെ. കാരണം അവർക്ക് വിശ്വാസമില്ല, ഖിയാമത്ത് ഉണ്ടാവുകയില്ല, അള്ളാഹു രണ്ടാമത് എഴുന്നേൽപ്പിക്കില്ലെന്ന് പറയുന്നൊരു പരിഹാസപൂർവ്വം തിരക്ക് കൂട്ടാണ്. എന്നാൽ ഈമാനുള്ളവരാകട്ടെ അവർക്കിത് ആലോചിക്കുമ്പോഴേക്ക് ഉള്ളിൽ ഭയമുണ്ട്, ഉൾക്കിടിലമുണ്ടാകുന്നുണ്ട്. അതായത് ഭയന്ന് വിറക്കുന്ന രീതിയിലാണ് മുസ്ലിമീങ്ങൾ ഖിയാമത്തിനെ കാണുന്നത്. ഖിയാമത്തിനെ ആലോചിച്ച് ദുആ ചെയ്യുമ്പോഴും അതിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോഴൊക്കെ ഉള്ളിൽ നടുക്കമുണ്ടാകുന്ന അവസ്ഥയിലാണ് മുഅ്മിനീങ്ങളുള്ളത്. അപ്പോൾ 18-ാമത്തെ ആയത്തിൽ ഈ വിഷയം കാണാം. തൊട്ടുടനെ അള്ളാഹു അറിയിക്കുകയാണ്, ആരാണോ ഐഹിക ജീവിതത്തിൽ കൃഷി ഉദ്ദേശിക്കുന്നത് അവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടും. എന്നാൽ ആരാണോ പാരത്രിക കൃഷി ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹു തആല 2 ലോകത്തും, മൻകാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസി, അവൻ്റെ കൃഷിയിൽ ബർക്കത്തുണ്ടാകും, അവൻ്റെ ഉദ്ദേശത്തിൽ ബർക്കത്തുണ്ടാകും, അവൻ അല്ലാഹു തആല 2 ലോകത്തും നേട്ടങ്ങൾ നൽകും. വമൻകാന യുരീദു ഹർസ ദുന്യ നൂതിഹി മിൻഹ, ആരെങ്കിലും ഭൗതിക ലോകത്തെ വിഭവങ്ങൾ മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ ചില ഓഹരി അവന് കിട്ടും, എന്നാൽ പരലോകത്ത് അവന് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകൾ പല രീതിയിലാണ്. ഇപ്പം മൊബൈലിലൊക്കെ മെസ്സേജുകൾ പോപ്പപ്പായി വരുന്നത് പോലെ മനസ്സിന് ഇങ്ങനെ അലട്ടുന്ന പല ചിന്തകളും വന്നു പോയിക്കൊണ്ടിരിക്കും. ഹമ്മ് എന്ന് പറയും, അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. അസ്മ എന്ന് പറയും, ഉറച്ച തീരുമാനം. അപ്പോൾ നമ്മുടെ ഈ ഹമ്മുകൾ പോലും, ഈ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചിന്തകൾ പോലും ആഖിറത്തിൻ്റേതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദുനിയാവിൽ അല്ലാഹു തആല എല്ലാ സൗകര്യങ്ങളും ബർക്കത്തും ചെയ്തുതരും, ആഖിറവും കൂടെ കിട്ടും. അപ്പോൾ ആരാണോ പാരത്രികമായ കൃഷി ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹു തആല അവരുടെ കൃഷിയിൽ വർധനവ് നൽകുന്നതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു സംഗതി, ഞാൻ നിങ്ങളുടെ ഒരു കൂലിയും ആവശ്യപ്പെടുന്നില്ല, പക്ഷേ കുടുംബമാണ് എന്നതിൻ്റെ സ്നേഹം ഒഴികെ. അപ്പോൾ ആ സ്നേഹം മനുഷ്യൻ ആഗ്രഹിക്കുന്ന സംഗതിയാണ്, കുടുംബമാണെന്നുള്ള ആ ബന്ധം, അത് നിങ്ങൾ മറക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്. പിന്നെ മഷൂറയെക്കുറിച്ച് പറയുന്ന ഭാഗം കാണാം. അല്ലാഹു തആല സ്വർഗ്ഗത്തിൻ്റെ നിയമത്തുകളൊക്കെ പറയുമ്പം അത് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നവർക്കാണെന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ഗുണങ്ങൾ പറയുന്നു. അവർ വൻപാപങ്ങൾ വർജിക്കുന്നവരാണ്, അതുപോലെ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, കോപം വരുമ്പോൾ അവർ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. അതായത് വ്യക്തിപരമായ കാര്യങ്ങളിൽ കോപം വരുമ്പം ആ കോപത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല, മറിച്ച് വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യുന്നവരാണ്. അവർ അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരും തങ്ങളുടെ കാര്യങ്ങളെ നമസ്കാരം ഉറപോലെ നിർവഹിക്കുന്നവരും തങ്ങളുടെ കാര്യങ്ങളെ കൂടിയാലോചനയിലൂടെ നടപ്പിലാക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും അതിക്രമമുണ്ടായാൽ പ്രതിരോധിക്കുന്നവരുമാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെ ചില മൗലാനമാരൊക്കെ നടത്തുന്നുണ്ട്. നമസ്കാരത്തിൻ്റെ കൂടെ മഷൂറയെ പറഞ്ഞു, അപ്പോൾ നമസ്കാരം പോലെയാണ് മഷൂറ. നമസ്കാരം പോലെ മഷൂറ എന്നൊക്കെ പറയുന്നതിന് പരിധിയില്ലേ? എന്നാൽ അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് അവർക്ക് മർദ്ദനം നേരിട്ടാൽ അവർ പ്രതിരോധിക്കുന്നവരാണ്, അവർ ഇദാ അസാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ. നാം മഷൂറയോട് ശേഷം അത് പറഞ്ഞു. അപ്പോൾ മഷൂറ കഴിഞ്ഞ് ഉടൻ അത് നടക്കണം എന്ന് പറയുന്നില്ലല്ലോ. അപ്പം വെറുതെ സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല. എന്താണെങ്കിലും ഉയർന്ന സ്വർഗ്ഗവാസികളുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കൂടിയാലോചനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മർദ്ദനമുണ്ടായാൽ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിയാലോചന മഷൂറ വലിയ ഖൈറുള്ള സംഗതിയാണ്. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊക്കെ നമ്മൾ മഷൂറ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അത് വഹിയായിരുന്നു, പരീക്ഷണമായിരുന്നു. എന്നിട്ട് അദ്ദേഹം മകനോട് ചോദിക്കുകയാണ്, മകനെ നിൻ്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ വീട്ടിൽ പെൺകുട്ടികളോട് ആൺകുട്ടികളോട്, മോളെ നിനക്ക് എന്ത് കോഴ്സ് ചെയ്യാൻ ആഗ്രഹം, അതിന് ഏറ്റവും നല്ല സ്ഥലം ഏതാണ്, നമുക്കെങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം. എന്നോടൊരു ഉപ്പ പറയാണ്, മകനെ ലക്ഷദ്വീപിൽ ടൂർ പോകണം, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഷെയർ ചെയ്യുമ്പം നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായി മാറണ്ടേ, നിങ്ങളോടല്ല അവർ പറയേണ്ടത്, നിങ്ങളല്ല അത് നല്ലതാണെങ്കിൽ അതിന് അനുവാദം കൊടുക്കേണ്ടതും. ഇനി അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ടൂർ നിങ്ങൾ സ്വന്തമായിട്ടല്ലേ കൊണ്ടുപോകേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ. അപ്പം വീട്ടിൽ നിന്ന് മുതൽ തുടങ്ങി പ്രവർത്തനങ്ങളിൽ, പൊതുകാര്യങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ മഷൂറ, മീറ്റിംഗ് അതിൻ്റെ മര്യാദകളോടുകൂടെ നടക്കണം.
മശൂറയുടെ മര്യാദകൾ വിശദമായിട്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വേറൊരു സന്ദർഭത്തിൽ അത് വിവരിക്കാം. മുമ്പ് നടത്തിയ 1-2 പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട്. ഇൻഷാല്ലാ താല്പര്യമുള്ളവർക്കത് കണ്ടു നോക്കാം. അതുപോലെ അള്ളാഹു അറിയിക്കുന്നൊരു സംഗതി, ഏതെങ്കിലും ഒരാൾ മർദ്ദനമുണ്ടാകുമ്പം, തനിക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പം അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ചില മർദ്ദനങ്ങൾ, ചില അതിക്രമങ്ങൾ, ചില അന്യായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം, നിയമത്തിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം. നീതിയില്ലാത്ത നിയമങ്ങളുണ്ട്, ന്യായമില്ലാത്ത നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ന്യായമില്ലാത്ത സർക്കാർ നടപടികളുണ്ട്. അപ്പോൾ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ വിധി? പരലോകത്ത് പലപ്പോഴും അതിൻ്റെ പേരിൽ കുറ്റില്ല. അന്യായമായ ഒരു പിഴയോ അല്ലെങ്കിൽ അന്യായമായിട്ടുള്ളൊരു സംഖ്യ നിങ്ങളുടെ മേൽ ചുമത്തിയെന്ന് കരുത്, എന്തെങ്കിലും പേരിൽ അത് അന്യായമാണ്, അത് പ്രയാസമാണ്. അതിനെ മറികടക്കാൻ ആരെങ്കിലും എന്തെങ്കിലും മാർഗം സ്വീകരിച്ചാൽ ഇവിടെ പിടിക്കപ്പെടും, സ്വാഭാവികമായിട്ടും ഇവിടെ നടപടികൾ ഉണ്ടാകുന്നല്ലാതെ പരലോകത്ത് അതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളിൽ പോലും ആരെങ്കിലും തൻ്റെ കഴിവ് കൊണ്ട് മറികടക്കുകയാണെങ്കിൽ അത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വരും എന്ന് ചില മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും അന്യായമാണ് വരുന്നത്, അത് പ്രതിരോധിക്കാൻ നമുക്ക് അവകാശമുണ്ട്. വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. ശേഷം അല്ലാഹു തആല മക്കളെക്കുറിച്ച് പറയാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. സൃഷ്ടിപ്പ് അല്ലാഹുവിൻ്റെ അധികാരത്തിലും അവൻ്റെ പരിധിയിലുള്ളതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ ദാനമായി നൽകുന്നു. യുഅതി എന്നല്ല പറഞ്ഞത്, യഹബു ലിമൻ യശാഉ ഇനാസൻ. ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ ദാനമായി നൽകുന്നു. ആദ്യം പെൺകുട്ടികളെ പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടികൾ വലിയ നിഅമത്താണ്. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തന്നെ സ്വർഗത്തിന് കാരണമാകും. 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ 3 പറഞ്ഞു, 2 പറഞ്ഞു. ഒരാളുണ്ടെങ്കിൽ നബി അപ്പോഴും സ്വർഗ്ഗം നിർബന്ധമെന്ന് പറഞ്ഞു. അത്ര വലിയ നിഅമത്താണ് പെൺകുട്ടികൾ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ ദാനമായി നൽകുന്നു. ആൺകുട്ടികളും അള്ളാഹുവിൻ്റെ ദാനമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് രണ്ടും ചേർത്ത് കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളെ അള്ളാഹു സന്താനമില്ലാതെയാക്കുന്നു. ഇപ്പോൾ സന്താനമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഹലാലായ ചികിത്സകൾ ചെയ്യാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാത്രം കൃത്രിമ ഗർഭധാരണം, IVF-ൻ്റെ രീതികൾ, അതിൻ്റെ 2 രീതിയുണ്ട്, ഇൻവിട്രോ, ഇൻവൈവോ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മാത്രം നടത്തി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, വിശ്വസ്തമായ സ്ഥാപനങ്ങൾ. അപ്പോൾ ആ വഴികളൊക്കെ സ്വീകരിക്കാം. എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ ദാനമാണ് മക്കൾ. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. ശേഷം അള്ളാഹുവിൻ്റെ വഹി നൽകുന്ന രീതികൾ, ബോധന നൽകുന്ന രീതികൾ പറഞ്ഞു. ചിലപ്പോൾ അള്ളാഹു തആല തോന്നിപ്പിക്കും, നബിമാർക്ക് അള്ളാഹു തആല മനസ്സിൽ തോന്നിപ്പിക്കും. ചിലപ്പോൾ അള്ളാഹു മറക്ക് പുറകിൽ അവർക്ക് സംസാരങ്ങൾ കേൾപ്പിക്കും, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം കേൾപ്പിച്ചു കൊടുക്കും. ചില സമയത്ത് അള്ളാഹു മലക്കുകളെ നിയോഗിക്കും. അപ്പോൾ ഈ 3 രീതി പ്രാഥമികമായിട്ടുള്ളത്. അള്ളാഹു ഖുർആന് വേണ്ടി സ്വീകരിച്ച രീതി, ഞാനിത് എക്സ്ട്രാ പറയാണ്, മലക്കിനെ അയക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ മലക്കിനെ അയക്കുന്ന രീതിയിൽ 2 രീതിയുണ്ട്. ഒന്ന്, മലക്കും മനുഷ്യന് രണ്ട് വേവ് ലെങ്തിലാണുള്ളത്. അപ്പോൾ അത് മാച്ചാക്കണം. ഒന്നുകിലും മലക്ക് മനുഷ്യനായിട്ട് വരണം, അല്ലെങ്കിൽ മലക്കിൻ്റെ സന്ദേശം കേൾക്കാവുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറണം. സഹീഹുൽ ബുഖാരിയുടെ 2ാമത്തെ ഹദീസിൽ നബിയെ എങ്ങനെയാണ് വഹി വരുന്നതെന്ന് പറയുമ്പോൾ ഈ 2 രീതികൾ വിവരിക്കുന്നതാണ്. അതായത് 3 രീതികൾ പ്രാഥമികമായിട്ട്: തോന്നിപ്പിക്കൽ, സംസാരം കേൾപ്പിക്കൽ, അതുപോലെ 3ാമതായിട്ട് മലക്കിനയക്കൽ. ഈ മലക്കിനെ അയച്ചുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മലക്കിനെ അയക്കുന്നതിന് 2 രീതിയുണ്ട്. ഒന്നുകിൽ മലക്ക് മനുഷ്യനായിട്ട് വരുന്നു, അപ്പോൾ പ്രയാസമേ ഇല്ല, മലക്ക് മനുഷ്യനായിട്ട് വന്നു ഓതി കേൾപ്പിക്കുകയാണ്. ഇനി മലക്ക് മലക്കായിട്ട് തന്നെ നിൽക്കുകയാണ്, ആ സമയത്ത് വലിയ പ്രയാസമായിരിക്കും. കാരണം മലക്കായി തന്നെ നിൽക്കുമ്പം അത് മനസ്സിലാക്കാവുന്ന അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ്. അപ്പോൾ ഈ ടെലിഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജൊക്കെ വരുമ്പം നമുക്കൊരു അലാം സൗണ്ട് വരും. ഇപ്പോൾ ടിൻ എന്നുള്ള സൗണ്ട് വന്നാൽ ടിൻ എന്നുള്ളതല്ല മെസ്സേജ് വേറെ ഉണ്ട്, അത് വന്ന സൗണ്ടാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മണിനാദം പോലുള്ള ശബ്ദം കേൾക്കും, എനിക്ക് വലിയ പ്രയാസമാണ്. അഷദ്ദുഹു അലയ്യ. അത് കഴിയുമ്പോഴേക്ക് എന്താണ് വഹി എന്നുള്ളത് നബി തങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കഠിനമായ തണുപ്പുള്ള ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർക്കുന്നത് ഞാൻ കാണാറുണ്ട്. കാരണം മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ മലക്കിൻ്റെ സന്ദേശം കേൾക്കാനുള്ള അവസ്ഥയിലേക്ക് മാറുമ്പം സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അടുത്തത് സൂറത്തു സുഖ്റുഫാണ്. സുഖ്റുഫ് എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം വരുന്നുണ്ട്. ഇതിൻ്റെ ആരംഭത്തിൽ അല്ലാഹു തആല തന്ന നിഅമത്തുകളെക്കുറിച്ച് പറയുമ്പം അല്ലാഹു നിങ്ങൾക്ക് വാഹനങ്ങളുടെ സൗകര്യം തന്നു, അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ കയറുമ്പം സുബ്ഹാനല്ലദീ സഖറ ലനാ, ഇതിനെ കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു പരമപരിശുദ്ധനാണ്. എത്ര വലിയ വാഹനമാണ് നമ്മൾ 100-ലും 200-ലൊക്കെ ഓടിക്കുന്നത്. അതിന് അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതിലൂടെ നമ്മൾ അതിവേഗം സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇതിനെ കീഴ്പ്പെടുത്തുന്ന അല്ലാഹു പരിശുദ്ധനാണ്. നമുക്കൊരിക്കലും ഇതിനെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുകയില്ലായിരുന്നു എന്ന ദുആ പറയണം. സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന ദുആ പറയണം. പിന്നെ
നേരത്തെ സുഹ്റുഫ് എന്ന പേരിന് ആധാരമായിട്ടുള്ള സംഗതി വരെയാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല നബിതങ്ങൾക്ക് നൽകിയപ്പം കുറേ അപ്പർ എലീറ്റ് ക്ലാസ്സുകാർ പറയാണ്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന യതീമായ കുട്ടിക്കാണോ കിട്ടേണ്ടത്? തായിഫിലെ പ്രബലനായ ആ വ്യക്തിയില്ലേ, മറ്റേ ഗോത്രത്തിലെ ഇന്ന വ്യക്തിയില്ല, അവർക്കല്ലേ ഖുർആൻ കിട്ടേണ്ടത്? അവരല്ലേ വലിയ സ്റ്റാറ്റസുള്ള ആളുകൾ? അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളാണോ തീരുമാനിക്കുന്ന ആർക്കാണ് ഗ്രന്ഥം കൊടുക്കേണ്ടതെന്നുള്ളത്? ഭൗതികമായ വിഭവങ്ങൾ പോലും അള്ളാഹു നേരിട്ടാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോഴാണ് നിങ്ങൾ ഈ ആഖിറവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ ആർക്ക് കൊടുക്കണം എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ഭൗതികമായ വിഭവങ്ങളെക്കുറിച്ച് പറയാണ്, ചിലർ അള്ളാഹു സമ്പന്നരാക്കി, ചിലരെ പാവപ്പെട്ടവരാക്കി. എന്തിനാണ്? നിങ്ങളിൽ പരസ്പരം ജോലി ചെയ്ത് ജീവിക്കാൻ. സുഹ്രീയൻ, ഇവർക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടല്ല അവർ നിങ്ങളുടെ പി ആയിട്ട് നിൽക്കുന്നത്, അവർക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടല്ല അവർ ഡ്രൈവറായിട്ട് നിൽക്കുക. അപ്പോൾ അദ്ദേഹം ഹാപ്പിയാണ്, അദ്ദേഹത്തിന് വേണ്ടത് കിട്ടി. ഇദ്ദേഹം ഹാപ്പിയാണ്, ഇദ്ദേഹത്തിന് ഈ പൈസ കൊടുത്തപ്പോൾ ഒരു ഡ്രൈവറെ കിട്ടി. എല്ലാവരും ഒരേപോലെ ആയിരുന്നെങ്കിൽ ആർക്കും ജോലിയും ചെയ്യില്ല, ആരും ആരെയും ആശ്രയിക്കുകയില്ല. അപ്പോൾ അള്ളാഹു ഭൗതിക വിഭവങ്ങൾ പോലും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് വിധിച്ചിട്ടുള്ളത്. ആർക്കോ കുറേ കൊടുത്തു, ആർക്കോ കുറച്ച് കൊടുത്തു, ജനങ്ങൾ പരസ്പരം ഉപകാരപ്പെടാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൗതികമായ നിഅമത്തുകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിസ്സാരമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന നിഅമത്തുള്ള ആൾക്കാർ ഇത് കിട്ടേണ്ടതെന്നുള്ളത്, അതിന് ആ പത്രാസിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കടുത്തൊരു പരീക്ഷണം എന്നോണം വിശ്വസിച്ചവർക്ക് പ്രയാസങ്ങളും വിശ്വസിക്കാത്തവർക്ക് അവർക്ക് നല്ല നല്ല വീടുകൾ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അതായത് അതിൽ ഗോവണികളും അതുപോലെ തന്നെ സ്വർണ്ണങ്ങളും എല്ലാം കൂടെ നിറച്ചിട്ടുള്ള വലൗല അൻ യകുന അന്നാസു ഉമ്മത്തൻ വാഹിദതൻ ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാനി. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിനെ നിഷേധിച്ചാൽ ഉടനെ വെള്ളിയുടെ സ്വർണത്തിൻ്റെ ഗോവണികളൊക്കെ ഉള്ള വലിയ വീടും വസുഹ്റുഫ, കുറേ അലങ്കാരങ്ങളൊക്കെ കൊടുക്കും. വിശ്വസിക്കാത്തവർക്ക് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഇത് വളരെ നിസ്സാരമാണ്, ഇത് അള്ളാഹു ആർക്കും കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ അള്ളാഹു ചെയ്യാതിരിക്കാൻ കാരണം അത് കടുത്ത പരീക്ഷണമായി പോകും, പലരുടെയും ഈമാൻ തെറ്റുന്നതിന് കാരണമായി പോകും എന്നതുകൊണ്ട് മാത്രമാണ് അള്ളാഹു ഭൗതിക വിഭവങ്ങൾ എല്ലാവർക്കും ഇടകലർത്തി കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും പരസ്പരം ആശ്രയിക്കാനും ജോലി ചെയ്യാനും വേണ്ടി. എല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ നിസ്സാരത കാണിക്കാൻ വേണ്ടി നിഷേധികൾക്ക് മാത്രം വാരിക്കോരി കൊടുത്തേനെ, മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാതിരിക്കുമായിരുന്നു അള്ളാഹു തആല പറഞ്ഞു. അങ്ങനെ ചെയ്താൽ അത് വലിയ പ്രയാസമായി മാറും, വലിയ പരീക്ഷണമായി മാറും. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്തില്ല. പിന്നെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മാറിക്കഴിയുന്നവർ, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, അവർക്ക് നാം ഷെയ്ത്താനെ കൂട്ടുകാരായിട്ട് കൊടുക്കും. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകുന്നവരുണ്ട്, ഏതൊക്കെയോ മോഡലുകൾ, ഏതൊക്കെയോ ആക്ട്രസ്സുകൾ, അതുപോലെ തന്നെ ഏതൊക്കെയോ ഫീൽഡിലുള്ള നേതാക്കൾ. ഓക്കെ, അവരെ നന്നാക്കാൻ, അവരിൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ആ ബന്ധത്തിന് അർത്ഥമുണ്ട്. അതല്ലാതെ പത്രാസിന് വേണ്ടി എൻ്റെ നമ്പർ ലിസ്റ്റിൽ അവരൊക്കെ ഉണ്ട്, ഞാൻ വിളിച്ചാൽ അവരൊക്കെ വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അദാബായിട്ട് കിട്ടിയ ബന്ധമായിരിക്കാം ഇത്. അള്ളാഹുവിൻ്റെ ദിക്ർ വിട്ട് കളഞ്ഞാൽ നാം അവർക്ക് ഷെയ്ത്താൻ അവരുടെ കീഴിലാക്കി കൊടുക്കും. എന്നിട്ട് അവരിവരെ വഴിതെറ്റിക്കും. എന്നിട്ട് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ വഴക്കിടും. നീ കാരണം എൻ്റെ നിസ്കാരം പോയി, നീ കാരണം എൻ്റെ അമലുകൾ പോയി, നിൻ്റെ പരിപാടിക്ക് വന്നതുകൊണ്ട് എനിക്ക് അവിടെ സമ്മേളനത്തിന് പോകാൻ സാധിച്ചില്ല എന്ന് പരലോകത്ത് വന്ന് അവർ കരയും. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥ പറയണം. അവർ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും പറയുമായിരുന്നു, മൂസ, അള്ളാഹു നിങ്ങളുടെ ഒരുപാട് കരാറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ദുആ ചെയ്തിട്ട് മാറ്റിത്തരാമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ മാറ്റിക്കൊടുത്താലോ അവർ കരാറ് ലംഘിക്കും. എന്നിട്ട് ഫിർഔൻ പറയാണ് ജനങ്ങളോട്, ഈ മിസ്റിൻ്റെ അധികാരം എനിക്കല്ലേ, മൂസയുടെ റബ്ബിനാണോ? എന്ന് മാത്രമല്ല, ഈ നൈൽ നദി ഒഴുകുന്നത് എൻ്റെ കൽപ്പന പ്രകാരമല്ലേ, ഞാനല്ലേ നല്ലത്? മൂസാ നബിയുടെ സംസാരത്തിന് പോലും വ്യക്തതയില്ലല്ലോ. ഈ വിക്കും കൊഞ്ഞൊക്കെ ഉള്ള ആളാണോ നബിയാകുന്നത്? അതുപോലെ ഇദ്ദേഹത്തിന് സ്വർണ്ണ വളകളൊക്കെ എവിടെ? ഇദ്ദേഹത്തിന് ഇവിടെ മലക്കുകളുടെ സെക്യൂരിറ്റി എവിടെ? ഒന്നും ഇല്ലാത്ത ഒരാളെ എനിക്കെന്തെല്ലാം പത്രാസുണ്ട്, അപ്പം ഞാനല്ലേ നല്ലതെന്ന്. ഫസ്തഖഫ ഖൗമഹു, ജനങ്ങളെ ഫിർഔൻ വിഡ്ഢികളാക്കി. ഫഅതാഉഹു, ആ ജനങ്ങൾ ഫിർഔനെ അനുസരിച്ചു. തീർച്ചയായിട്ടും ആ ജനങ്ങൾ അതിക്രമകാരികളാണ്. എന്ന് പറഞ്ഞാൽ നേതാക്കൾ മാത്രമല്ല കുറ്റക്കാർ, നേതാക്കൾ അനുയായികളെ വിഡ്ഢികളാക്കുന്നു എന്നർത്ഥം. അതായത് നിഷേധത്തിലേക്ക് പോകുന്ന, തെറ്റിലേക്ക് പോകുന്ന നേതാക്കൾ അനുയായികളെ വിഡ്ഢികളാക്കുന്നു. ഇവരവരെ അനുസരിക്കുന്നു. ഇവരും കുറ്റക്കാരാണ്. നേതാക്കൾക്ക് കുറ്റമുണ്ട് എന്താണെങ്കിലും. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, ഇവരെ അതിക്രമകാരികളായ ജനം. ഇവർ മനസ്സിലാക്കണ്ടേ ഈ നൈൽ നദി ഫിറൗൻ്റെ കൽപ്പന പ്രകാരമല്ല ഒഴുകുന്നത്, അവർ മനസ്സിലാക്കണ്ടേ. അപ്പം ഫസ്തഖഫ ഖൗമഹു, ഇതുപോലെ വഴികേടിൻ്റെ നേതാക്കൾ അണികളെ ഈ രീതിയിൽ വഴിതെറ്റിച്ച് കളയുന്നു എന്ന് അല്ലാഹു തആല പറയാണ്. പിന്നെ അവസാനം ഒരു പരാമർശം കാണാം, അള്ളാഹുവിന് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ആരാധിക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു പ്രയോഗമാണ്. അള്ളാഹുവിന് മകനില്ല, ഒരിക്കലും ഉണ്ടാകില്ല, ആരാധിക്കുകയില്ല, ഒന്നും ചെയ്യില്ല.
നബിതങ്ങൾ പറയാണ്, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദ്, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനല്ലേ ഏറ്റവും ആദ്യം ആരാധിക്കുക? അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ട്, അള്ളാഹുവിനുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനൊരു മകൻ ഉണ്ടെങ്കിൽ ഞാനല്ല ആദ്യം ആരാധിക്കുക. അപ്പം അങ്ങനെ ഒരിക്കലും ഇല്ലെന്നർത്ഥം. അപ്പം ഇങ്ങനത്തെ പ്രയോഗങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകണം ആദ്യം. അപ്പം നബിതങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഈമാനികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും മകൻ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ മകൻ ഉണ്ടായാൽ എന്ന് പറയാൻ പാടുണ്ടോ? അത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയല്ലേ, ആ രീതിയിലുള്ള പ്രയോഗമല്ലേ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഇസ്ലാം നിരീശ്വരവാദ ചർച്ച നടക്കും പറയാണ്, ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം, അത് കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കണം. ഇനി നിങ്ങളാണ് തെളിവ് തരുന്നെങ്കിൽ ഞാനത് പരിശോധിക്കുന്നൊക്കെ പറയുമ്പം ഈമാനില്ലാത്ത വർത്താനം എന്നൊക്കെ പറയാണ്. അപ്പോൾ നിങ്ങൾ ഈ വർത്താനത്തെ പറ്റി എന്ത് പറയും? ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞു എന്ന് കരുതുക, അതിന് ഒറ്റയടിക്ക് നിങ്ങളെങ്ങനെ ഈമാനില്ലാത്ത വർത്താനാണെന്ന് പറയും? അപ്പോൾ ഈ പ്രയോഗത്തെ കുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ, അള്ളാഹുവിന് റഹ്മാൻ ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ആരാധിക്കും എന്ന് പറഞ്ഞ പ്രയോഗത്തെക്കുറിച്ച് എന്ത് പറയും? അപ്പോൾ അങ്ങനെ സന്താനം ഇല്ല, ആരാധിക്കാനും പോകുന്നില്ല, ഒരിക്കലും ഇല്ല എന്ന ആശയത്തിൽ അത് പറഞ്ഞു കൊടുത്തതാണ്. ശേഷം സൂറത്തു ദുഹാനാണ്. അല്ലാഹു തആല പവിത്രമായ രാത്രിയിൽ, ബറക്കത്തുള്ള രാത്രിയിൽ ഖുർആൻ അവതരിപ്പിച്ചു, അഥവാ ലൈലത്തുൽ ഖദറിൽ. പിന്നെ നാളെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം, വലിയൊരു പുക വരാനുണ്ട്. ഫർതഖിബ് യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ, വ്യക്തമായ പുക വരും. അപ്പോൾ ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് വലിയൊരു പുക പടരുന്ന കാര്യം ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു വിവരണമായിട്ട് ചില ഇമാമുകൾ പറഞ്ഞിട്ടുള്ള സംഗതി, മുമ്പ് കഴിഞ്ഞൊരു ക്ഷാമം, അപ്പോൾ വിശന്ന് കണ്ണിന്ന് പുക പോകാമെന്ന് പറയുമല്ലോ, അതാണെന്നുള്ള ഒരു വ്യാഖ്യാനം അതിന് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് വരുന്ന പുക ആകാനാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള വ്യാഖ്യാനം. അതുപോലെ ഫിർഔൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പം, മുങ്ങി ചത്തുപോയത് പറയുമ്പോൾ പറയാണ്, ആകാശമോ ഭൂമിയോ അവന് വേണ്ടി കരഞ്ഞില്ല. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അഥവാ മുഅ്മിനീങ്ങൾ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമെന്നർത്ഥം. അതുകൊണ്ടാണ് ഫിർഔൻ മരിച്ചപ്പം കരഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കോടാന കോടി മലക്കുകൾ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അവർ നമ്മളുടെ അമലുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ നല്ലതൊക്കെ ചെയ്യുമ്പം അവരത് ലൈക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി മലക്കുകൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും കോടാന കോടി, മിനിമം ഒരു 100 കോടി മലക്കുകളുടെ ഇടയിൽ അവരുടെ അകമ്പടിയോടെ ജീവിക്കുന്ന സെലിബ്രിറ്റികളായിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട് അവർ സന്തോഷിക്കാൻ വേണ്ടി, അവർ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നാളെ നമ്മൾ മരിക്കുമ്പം ആകാശഭൂമികൾ കരയാൻ വേണ്ടി അമലുകൾ ചെയ്യണം. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ഫിർഔന് വേണ്ടി ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. അപ്പോൾ അഥവാ മുഅ്മിനീങ്ങൾക്ക് മരിച്ചാൽ ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്, അള്ളാഹുവിൻ്റെ അർശ് സഅദ് ബിൻ മുആദിൻ്റെ മരണത്തിൽ പ്രകമ്പനം കൊണ്ടു എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ സൂറത്തു ദുഹാനിലെ നരകത്തിലെ ഭക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. വല്ലാത്ത അവസ്ഥയിലായിരിക്കും നരകവാസികൾ, വിശപ്പ് കൊണ്ട് കഴിച്ചു പോകും. നോക്കുമ്പോൾ അത് മുള്ളാണ്, കുടുങ്ങിപ്പോയി. മുള്ള് കുടുങ്ങിയതുകൊണ്ട് വെള്ളം കുടിക്കേണ്ടി വരും. തിളച്ച വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചിട്ട് പറയും, നിങ്ങൾ രുചിച്ചു നോക്കൂ എങ്ങനെയുണ്ട് ശിക്ഷ എന്ന്, നന്നായിട്ടൊന്ന് രുചിച്ചു നോക്കൂ. വലിയ അന്തസ്സുള്ള ആളായിരുന്നല്ലോ, വലിയ പ്രതാപിയായിരുന്നല്ലോ ലോകത്ത്. ഈ ഭക്ഷണവും ഈ വെള്ളമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ശേഷം സൂറത്തുൽ ജാസിയാണ്. ജാസി എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരിക്കുക എന്നർത്ഥം. അപ്പോൾ കുറ്റവാളികളൊക്കെ മുട്ടുകുത്തിയിരുത്തുന്നത് പോലെ, ബന്ധിപ്പിച്ചിരുത്തുന്നത് പോലെ ഇരുത്തുകയും നാളെ എല്ലാവരെയും അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി വിളിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു രംഗം ഇതിൽ വിവരിക്കുന്നുണ്ട്. അതാണ് ജാസി എന്ന പേര് വന്നത്. നബിതങ്ങൾക്കൊരു നിർദ്ദേശം കാണാം, നാം വ്യക്തമായ നിയമസംഹിതയിൽ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി, കൃത്യമായൊരു ശരീഅത്തിൽ നാം താങ്കളെ ആക്കിയിരിക്കുന്നു, താങ്കളത് പിൻപറ്റണം, അതല്ലാതെ താങ്കളുടെ ഇച്ഛകളെ പിൻപറ്റരുത്. അപ്പം ശരീഅത്ത് നബിതങ്ങൾക്കടക്കം അല്ലാഹു തആല നൽകിയതാണ്. അത് പിൻപറ്റാൻ നബിതങ്ങൾക്ക് അല്ലാഹു തആല നിർദ്ദേശം നൽകി. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഭാഗത്തുള്ള മക്കീ സൂറത്തുകളിൽ മുഴുവൻ ആഖിറത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട്. നമ്മുടെ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത്, അമലുകൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥം, അത് വായിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന അവസ്ഥ, മുട്ടുകുത്തിയിരുത്തുന്ന അവസ്ഥയൊക്കെ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തിലാവത്തും അതിൻ്റെ ദാവത്തും ഒക്കെ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.